എസ്രാ അധ്യായം 1. പ്രവാസികളുടെ തിരിച്ചുവരവ്. ജെറമിയായിലൂടെ കർത്താവ് അരുളി ചെയ്ത വചനങ്ങൾ നിറവേറേണ്ടതിന് പേർഷ്യ രാജാവായ സൈറസിനെ അവൻ്റെ 1-ാം ഭരണവർഷം കർത്താവ് പ്രചോദിപ്പിക്കുകയും അവൻ ഒരു വിളംബരമെഴുതി രാജ്യം മുഴുവൻ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. പേർഷ്യ രാജാവായ സൈറസ് അറിയിക്കുന്നു: സ്വർഗത്തിൻ്റെ ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല രാജ്യങ്ങളും എനിക്ക് നൽകുകയും യൂദായിലെ ജെറുസലേമിൽ അവിടുത്തേക്ക് ആലയം പണിയാൻ എന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അവിടുത്തെ ജനമായി നിങ്ങളുടെ ഇടയിലുള്ളവർ അവിടുന്ന് അവരോടുകൂടി ഉണ്ടായിരിക്കട്ടെ. യൂദായിലെ ജെറുസലേമിൽ ചെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ആലയം വീണ്ടും നിർമ്മിക്കട്ടെ. ജെറുസലേമിൽ വസിക്കുന്ന ദൈവമാണ് അവിടുന്ന്. അവശേഷിക്കുന്ന ജനം എവിടെ വസിക്കുന്നവരായാലും അവരെ തദ്ദേശവാസികൾ ജെറുസലേമിലെ ദേവാലയത്തിനു വേണ്ടി സ്വാഭീഷ്ട കാഴ്ചകൾക്ക് പുറമെ വെള്ളി, സ്വർണം, ഇതര വസ്തുക്കൾ, മൃഗങ്ങൾ എന്നിവ നൽകി സഹായിക്കട്ടെ. അപ്പോൾ യൂദായുടെയും ബെഞ്ചമിൻ്റെയും ഗോത്രത്തലവന്മാരും പുരോഹിതരും ലേവ്യരും ദൈവത്താൽ ഉത്തേജിതരായി ജെറുസലേമിലെ കർത്താവിൻ്റെ ആലയത്തിൻ്റെ പുനർനിർമ്മാണത്തിന് പുറപ്പെട്ടു. അവർ വസിച്ചിരുന്ന ദേശത്തെ ആളുകൾ സ്വാഭീഷ്ട കാഴ്ചകൾക്ക് പുറമെ വെള്ളിപ്പാത്രങ്ങൾ, സ്വർണം, ഇതര വസ്തുക്കൾ, മൃഗങ്ങൾ, വിലയേറിയ സാധനങ്ങൾ ഇവ നൽകി അവരെ സഹായിച്ചു. നെബൂഖദ്നേസർ ജെറുസലേമിൽ കർത്താവിൻ്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന് തൻ്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന പാത്രങ്ങൾ സൈറസ് രാജാവ് എടുത്തുകൊണ്ടുവന്നു. അവൻ അവ ഭണ്ഡാര വിചാരിപ്പുകാരനായ മിത്രേദാത്തിനെ ഏൽപ്പിച്ചു. അവൻ യൂദായിലെ ഭരണാധിപനായ ഷെഷ്ബസാറിന് അവ എണ്ണിക്കൊടുത്തു. അവയുടെ എണ്ണം 1000 സ്വർണ്ണച്ചരുവങ്ങൾ, 1000 വെള്ളിച്ചരുവങ്ങൾ, 29 ധൂപകലശങ്ങൾ, 30 സ്വർണ്ണക്കോപ്പുകൾ, 2410 വെള്ളിക്കോപ്പുകൾ, 1000 മറ്റു പാത്രങ്ങൾ, സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ, ആകെ 5469. പ്രവാസികളെ ബാബിലോണിൽ നിന്ന് ജെറുസലേമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഷെഷ്ബസാർ ഇവയും കൊണ്ടുപോന്നു. എസ്രാ അധ്യായം 2. തിരിച്ചെത്തിയ പ്രവാസികൾ. ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയ ജനം പ്രവാസത്തിൽ നിന്ന് തങ്ങളുടെ പട്ടണമായ ജെറുസലേമിലും യൂദായിലും തിരിച്ചെത്തി. സെറുബാബേൽ, യെശുവ, നെഹമിയ, സറായിയ, റേലായ, മൊർദെക്കായ്, ബിൽഷാൻ, മിസ്പാർ, ബിഗ്വായ്, റഹൂം, ബാന എന്നിവരാണ് അവരെ നയിച്ചത്. ഇസ്രായേൽ ജനത്തിൻ്റെ കണക്ക്. പാറോഷിൻ്റെ പുത്രന്മാർ 2172, ഷെഫാത്തിയായുടെ പുത്രന്മാർ 372, ആരായുടെ പുത്രന്മാർ 775, പഹത്ത് മോവാബിൻ്റെ, അതായത് യെശുവയുടെയും യോവാബിൻ്റെയും പുത്രന്മാർ 2812, ഏലാമിൻ്റെ പുത്രന്മാർ 1254, സാത്തുവിൻ്റെ പുത്രന്മാർ 945, സക്കായിയുടെ പുത്രന്മാർ 760, ബാനിയുടെ പുത്രന്മാർ 642, ബേഭായിയുടെ പുത്രന്മാർ 623, അസ്ഗാദിൻ്റെ പുത്രന്മാർ 1222, അദോനിക്കാമിൻ്റെ പുത്രന്മാർ 666, ബിഗ്വായിയുടെ പുത്രന്മാർ 2056, അദീനിൻ്റെ പുത്രന്മാർ 454, അദേറിൻ്റെ, അതായത് ഹെസക്കിയായുടെ പുത്രന്മാർ 98, ബേസായിയുടെ പുത്രന്മാർ 323, യോറായുടെ പുത്രന്മാർ 112, ഹാഷൂമിൻ്റെ പുത്രന്മാർ 223, ഗിബ്ബാറിൻ്റെ പുത്രന്മാർ 95, ബേത്ലഹേമിലെ ആളുകൾ 123, നെത്തോഫായിലെ ആളുകൾ 56, അനാത്തോത്തിലെ ആളുകൾ 128, അസ്മാവത്തിലെ ആളുകൾ 42, കിര്യാഥാറിം, കെഫീറ, ബേറോത്ത് എന്നിവിടങ്ങളിലെ ആളുകൾ 743, റാമായിലെയും ഗേബായിലെയും ആളുകൾ 629, മിക്മാസിലെ ആളുകൾ 122, ബദേലിലെയും ആയിയിലെയും ആളുകൾ 223, നെബോയിലെ ആളുകൾ 52, മഗ്ബീഷിലെ ആളുകൾ 156, മറ്റേ ഏലാമിലെ ആളുകൾ 1254, ഹാരിമിലെ ആളുകൾ 320, ലോദ്, ഹാദിദ്, ഓനോ എന്നിവിടങ്ങളിലെ ആളുകൾ 725, ജെറീക്കോയിലെ ആളുകൾ 345, സേനായിലെ ആളുകൾ 3630. പുരോഹിതന്മാർ. യെശുവയുടെ കുടുംബത്തിലെ യദായയുടെ പുത്രന്മാർ 973, ഇമ്മറിൻ്റെ പുത്രന്മാർ 1052,
പഷ്ഹൂറിൻ്റെ പുത്രന്മാർ 1247, ഹാരിമിൻ്റെ പുത്രന്മാർ 1017. ലേവ്യർ: ഹോദാവിയായുടെ പുത്രന്മാരായ യശുവയുടെയും കദ്മിയേലിൻ്റെയും പുത്രന്മാർ 74. ഗായകർ: ആസാഫിൻ്റെ പുത്രന്മാർ 128. വാതിൽകാവൽക്കാരുടെ മക്കൾ ഷല്ലൂം, അദീർ, തൽമോൻ, അക്കൂബ്, ഹദിദ, ശോഭായ് എന്നിവരുടെ പുത്രന്മാർ 139. ദേവാലയത്തിലെ സേവകന്മാർ: സിഹ, ഹസൂഫ, താഭാവോത്ത്, കെറോസ്, സിയാഹ, പാദോൻ, ലബാന, ഹഗാബ, അക്കൂബ്, ഹഗാബ്, ഷംലായ്, ഹാനാൻ, ഗിദ്ദേൽ, ഗാഹർ, റയായ, റസീൻ, നെക്കോദ, ഗാസാം, ഉസ, പസേയ, ബസായ്, അസ്ന, മെയൂനിം, നെഫിസിം, ബക്ബുക്, ഹക്കൂഫ, ഹർഹൂർ, ബസ്ലൂത്ത്, മെഹീദ, ഹർഷ, ബർക്കോസ്, സിസേറ, തേമ, നെസിയ, ഹതീഫ എന്നിവരുടെ പുത്രന്മാർ. സോളമൻ്റെ ഭൃത്യന്മാരുടെ മക്കൾ സോദായ്, ഹസോഫെരേത്ത്, പെറൂദ, യാല, ദാർക്കോൻ, ഗിദ്ദേൽ, ഷെഫാത്തിയ, ഹത്തീൽ, പോക്കേരത്ത് ഹസീബായും, ആമി എന്നിവരുടെ പുത്രന്മാർ. ദേവാലയ ശുശ്രൂഷകരും സോളമൻ്റെ ഭൃത്യന്മാരും കൂടെ ആകെ 392 പേർ. തങ്ങളുടെ പിതൃകുടുംബം ഏതെന്നോ തങ്ങൾ ഇസ്രായേൽപ്പെട്ടവരാണെന്നോ തെളിയിക്കാൻ കഴിയാതിരുന്ന തെൽമേല, തെൽഹർഷ, കെറൂബ്, അദ്ദാൻ, ഇമ്മർ എന്നിവിടങ്ങളിൽ നിന്ന് വന്നവർ ദലായ, തോബിയ, നെക്കോദ എന്നിവരുടെ പുത്രന്മാർ 652. കൂടാതെ പുരോഹിത പുത്രന്മാർ ഹബായ, ഹക്കോസ്, ബർസില്ലായ് എന്നിവരുടെ പുത്രന്മാർ. ഗിലെയാദുകാരനായ ബർസില്ലായുടെ പുത്രിയെ ഭാര്യയായി സ്വീകരിച്ചതിനാൽ അവളുടെ പേരിൽ അറിയപ്പെടുന്നവരാണ് ബർസില്ലായ് കുടുംബക്കാർ. വംശാവലി രേഖയിൽ അംഗത്വം കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞതിനാൽ ഇവർ അശുദ്ധരായി പൗരോഹിത്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. ഉറീമും തുമീമും മുഖേന ആരായാൻ ഒരു പുരോഹിതൻ ഉണ്ടാകുന്നതുവരെ അതിവിശുദ്ധ ഭോജ്യത്തിൽ പങ്കുചേരുന്നതിൽ നിന്ന് ദേശാധിപതി അവരെ വിലക്കി. സമൂഹത്തിലാകെ 47,360 പേർ ഉണ്ടായിരുന്നു. 7,337 ദാസീദാസന്മാർക്ക് പുറമെയാണിത്. അവർക്ക് 200 ഗായകന്മാർ ഉണ്ടായിരുന്നു. അവർക്ക് 736 കുതിര, 245 കോവർ കഴുത, 435 ഒട്ടകം, 6,720 കഴുത എന്നിവ ഉണ്ടായിരുന്നു. ജെറുസലേമിൽ കർത്താവിൻ്റെ ആലയത്തിൽ വന്ന ചില കുടുംബത്തലവന്മാർ ദേവാലയം യഥാസ്ഥാനം പണിയാൻ സ്വാഭീഷ്ട കാഴ്ചകൾ നൽകി. ആലയ നിർമ്മാണ നിധിയിലേക്ക് തങ്ങളുടെ കഴിവിനൊത്ത് അവർ നൽകിയ സംഭാവന 61,000 ദാരിക് സ്വർണവും 1000 മീന വെള്ളിയും 100 പുരോഹിത വസ്ത്രങ്ങളുമാണ്. പുരോഹിതന്മാരും ലേവ്യരും ചില ആളുകളും ജെറുസലേമിലും പരിസരങ്ങളിലും താമസിച്ചു. ഗായകരും വാതിൽ കാവൽക്കാരും ദേവാലയ സേവകരും മറ്റ് ഇസ്രായേലരും തങ്ങളുടെ പട്ടണങ്ങളിൽ വസിച്ചു. എസ്ര അധ്യായം 3. ബലി സമർപ്പണം. പട്ടണങ്ങളിൽ വസിച്ചിരുന്ന ഇസ്രായേൽക്കാർ 7-ാം മാസത്തിൽ ഒറ്റക്കെട്ടായി ജെറുസലേമിൽ വന്നു. യോസാദാക്കിൻ്റെ പുത്രനായ യശുവ സഹപുരോഹിതന്മാരോടും ഷയാൽത്തിയേലിൻ്റെ പുത്രൻ സെറുബാബേൽ തൻ്റെ സഹോദരന്മാരോടും കൂടെ ദൈവപുരുഷനായ മോശയുടെ നിയമത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് ദഹനബലി അർപ്പിക്കുന്നതിന് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ബലിപീഠം പണിതു. ദേശവാസികളെ ഭയന്ന് അവർ ബലിപീഠം പൂർവ്വസ്ഥാനത്ത് സ്ഥാപിച്ചു. അതിന്മേൽ അവർ കർത്താവിന് പ്രഭാതത്തിലും പ്രദോഷത്തിലും ദഹനബലി അർപ്പിച്ചു. അവർ കൂടാരത്തിരുന്നാൾ യഥാവിധി ആചരിച്ചു. അനുദിന ദഹനബലി ഓരോ ദിവസത്തേക്കുമുള്ള ചട്ടമനുസരിച്ച് അർപ്പിച്ചു. നിരന്തര ദഹനബലിയും അമാവാസിയിലെയും കർത്താവിൻ്റെ നിശ്ചിത തിരുനാളുകളിലെയും ദഹനബലികളും ഓരോരുത്തരുടെയും സ്വാഭീഷ്ട കാഴ്ചകളും അവർ കർത്താവിന് അർപ്പിച്ചു. 7-ാം മാസം 1-ാം ദിവസം മുതൽ അവർ കർത്താവിന് ദഹനബലി അർപ്പിക്കാൻ തുടങ്ങി. എന്നാൽ കർത്താവിൻ്റെ ആലയത്തിന് അടിസ്ഥാനം ഇട്ടിരുന്നില്ല. ദേവാലയ നിർമ്മാണം തുടങ്ങുന്നു. പേർഷ്യ രാജാവായ സൈറസിൻ്റെ അനുവാദത്തോടെ അവർ കൽപ്പണിക്കാർക്കും മരപ്പണിക്കാർക്കും പണവും ലബനോനിൽ നിന്ന് ജോപ്പായിലേക്ക് കടൽ മാർഗം ദേവദാരു കൊണ്ടുവരാൻ സീദോന്യർക്കും ടൈർ നിവാസികൾക്കും ഭക്ഷണപാനീയങ്ങളും എണ്ണയും നൽകി. അവർ ജെറുസലേമിൽ ദേവാലയത്തിലേക്ക് വന്നതിൻ്റെ 2-ാം വർഷം 2-ാം മാസം ഷയാൽത്തിയേലിൻ്റെ മകൻ സെറുബാബേലും യോസാദാക്കിൻ്റെ മകൻ യശുവയും കൂടെ തങ്ങളുടെ മറ്റു സഹോദരന്മാർ, പുരോഹിതന്മാർ, ലേവ്യർ,
പ്രവാസത്തിൽ നിന്ന് ജെറുസലേമിൽ വന്നവർ എന്നിവരോടൊപ്പം പണി ആരംഭിച്ചു. കർത്താവിൻ്റെ ആലയം നിർമ്മിക്കുന്നതിൻ്റെ മേൽനോട്ടം വഹിക്കാൻ 20 അതിനുമേലും പ്രായമുള്ള ലേവ്യരെ നിയോഗിച്ചു. യേശുവയും പുത്രന്മാരും ചാർച്ചക്കാരും യൂദായുടെ മക്കളായ കദ്മിയേലും പുത്രന്മാരും ഹെനാദാദിൻ്റെ പുത്രന്മാരും ലേവ്യരും അവരുടെ പുത്രന്മാരും ചാർച്ചക്കാരും ചേർന്ന് മേൽനോട്ടം വഹിച്ചു. കർത്താവിൻ്റെ ഭവനത്തിൻ്റെ ശിലാസ്ഥാപനം ശില്പികൾ നിർവഹിച്ചപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദ് നിർദ്ദേശിച്ചിരുന്നതനുസരിച്ച് വിശുദ്ധ വസ്ത്രങ്ങളണിഞ്ഞ പുരോഹിതന്മാർ കാഹളങ്ങളും ലേവ്യരായ ആസാഫിൻ്റെ പുത്രന്മാർ കൈത്താളങ്ങളും ആയി കർത്താവിനെ സ്തുതിക്കാൻ മുൻപോട്ട് വന്നു. അവർ കർത്താവിനെ പുകഴ്ത്തുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്തുകൊണ്ട് സ്തുതിഗീതങ്ങൾ വചനപ്രതിവചനങ്ങളായി പാടി. കർത്താവ് നല്ലവനല്ലോ, ഇസ്രായേലിൻ്റെ നേരെയുള്ള അവിടുത്തെ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ ആലയത്തിൻ്റെ അടിസ്ഥാനമിട്ടതിനാൽ അവർ ആർപ്പുവിളികളോടെ കർത്താവിനെ സ്തുതിച്ചു. അനേകർ ആഹ്ലാദത്താൽ ആർത്തുവിളിച്ചെങ്കിലും ആദ്യത്തെ ആലയം കണ്ടിട്ടുള്ള പുരോഹിതന്മാരും ലേവ്യരും കുടുംബതലവന്മാരും ആയ വൃദ്ധന്മാർ ആലയത്തിന് അടിസ്ഥാനമിടുന്നത് കണ്ട് ഉറക്കെ കരഞ്ഞു. സന്തോഷധ്വനികളും വിലാപസ്വരവും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ജനം ഉച്ചത്തിൽ അട്ടഹസിച്ചതിനാൽ ശബ്ദം വിദൂരത്തിൽ കേൾക്കാമായിരുന്നു.